പ്രിയപ്പെട്ട കൂട്ടുകാരെ, പാഠശാലയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ചിഹ്നങ്ങളൊന്നുകൂടെ നോക്കാം. ആ, ഈ, ഉ, ചിഹ്നമാണ് നമ്മൾ പഠിച്ചത്. അപ്പം എന്നുള്ള അക്ഷരത്തിന് മുമ്പേ എഴുതണം. അയ്യോ അതുപോലെ തന്നെ. അപ്പോൾ ആ, ഇ, ഉ, ഇത് നമ്മൾ പഠിച്ചു. ഈ ഐ ആണ് നോക്കുന്നത്. ഐ നോക്കാം. ചെറിയ പുള്ളിയിട്ട് എഴുതിയാൽ ഐ എന്നാണ് വായിക്കുന്നത്. ഇതിന് ചിഹ്നം എന്താ അറിയോ? ഈ ഒരു ചിഹ്നത്തിനെ ഇവിടെ കൊടുക്കും, ചെറിയ പുള്ളി കൊടുക്കും. ഈ ഏടെ ചിഹ്നം ഇവിടെ കൊടുക്കും. അതായത് രണ്ട് ചെറിയ പുള്ളി അക്ഷരത്തിന് മുൻപാകെ എഴുതിയാൽ ആ അക്ഷരത്തിനെ ഐ ചേർത്ത് വായിക്കും. ഐ എങ്ങനെ ആണെന്നറിയാം? ഈ ഒരു പുള്ളിയും ഈ ഏയുടെ ഒരു പുള്ളിയും ചേർത്തുമ്പോഴാണ് ഐ എന്ന് രൂപപ്പെടുന്നത്. അക്ഷരത്തിന് മുൻപാകെ എഴുതാം. കൈ, ഇഖൈ, ഗൈ, ഇഖൈ, ngài, chay, chai, jai, jai. ഇങ്ങനെ അക്ഷരത്തിന് മുൻപാകെ മുന്നോടി അത് ആദ്യം തന്നെ രണ്ട് ചെറിയ പുള്ളി ഇട്ടാൽ ആ അക്ഷരത്തിനെ ഐ ചേർത്ത് പറയും. കൈ, ഘൈ, ഗൈ, ഘൈ, ngൈ, ചൈ, ഛൈ, ജൈ, ജൈ. ഇനി വേറെ അക്ഷരങ്ങൾ നോക്കാം നമുക്ക്. സൈ, തൈ, ദൈ, ധൈ. ഇങ്ങനെ പോകുന്ന അക്ഷരങ്ങൾ. അപ്പം രണ്ട് ചെറിയ പുള്ളി അക്ഷരത്തിന് മുന്നോടിയായി ഇട്ടാൽ ഐ ചേർത്ത് വായിക്കും. തൈ, ഖൈ, ഗൈ, ഘൈ, സൈ, തൈ, ദൈ, ധൈ. ഇനി അതിൻ്റെ വൊക്കാബുലറി നമുക്ക് നോക്കാം. പദപരിചയം. കൈ, ഹാൻഡ്. കൈതവം, കൈതവം. ഗൈനോക്കോളജി, പെണ്ണുങ്ങളുടെ പ്രസവ സംബന്ധമായ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന പ്രത്യേക വിഭാഗത്തിന് ഗൈനോക്കോളജി എന്ന് പറഞ്ഞത്. ഗൈ, ഇത് കണ്ടാൽ എവിടെ ആയാലും ഗൈ എന്ന് വായിക്കണം. അത് പോട്ടെ. നമ്മുടെ അയൽ രാജ്യമാണ് ചൈന. ജൈനർ, തൈര്. തൈ, ഏത് ചെറിയ ചെറിയ ചെടിയാണ് നമ്മൾ തൈ എന്ന് പറയുന്നത്. മാവിൻ തൈ, അതുപോലെ പളങ്കാവിൻ്റെ തൈ, അങ്ങനെ പ്ലാവിൻ തൈ ചെറിയ ചെടിയാണ് പറഞ്ഞത്. മരത്തിൻ്റെ ചെറിയ ചെടിയെ തൈ എന്ന് പറഞ്ഞു. ധൈര്യം, ദൈന്യം, സൈന്യം. മയിൽ, ഇത് പക്ഷിയല്ല, പക്ഷിയെ ഇങ്ങനെയായിരുന്നേ മയിൽ. മയിൽ. ഇത് മയിൽ എന്ന് വെച്ചാൽ ദൂരെ അളവ് എത്ര മൈൽ പോകണം. 4 മൈൽ ഞാൻ നടന്നതെന്ന് പറയില്ല. ദൂരത്തിൻ്റെ അളവിനെയാണ് പണ്ട് മൈലെന്ന് പറയുന്നത്. മൈൽ. കൈ, കൈതവം, മോക്ഷം. ചൈന, നമ്മുടെ ഒരു അയൽ രാജ്യമാണ്. ജൈനർ, പണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടാകുന്ന ഒരു മതവിഭാഗമാണ് ജൈനർ. ബുദ്ധർ, ജൈനർ എന്നൊക്കെ സോഷ്യൽ സ്റ്റഡി പഠിക്കാനുണ്ടാവും. ജൈനർ. തൈര്, യോഗട്ട്. തൈ, മരത്തിൻ്റെ ചെറിയ തൈയാണ് തൈ എന്ന് പറയുന്നത്. ധൈര്യം, കറേജ്. ദൈന്യം, ദീനത, ദയനീയമായ അവസ്ഥ.
സൈന്യം, സോൾജിയേഴ്സ്. നമുക്കറിയാം 3 സൈന്യങ്ങളാണ് നമുക്കുള്ളത്. കര, വ്യോമ, നാവിക അല്ലേ. മൈൽ ഒരു ദൂരത്തിനെ അളക്കുന്ന ഒരു ഏകകമാണ്. ഇനി അടുത്തൊന്നും നോക്കാം. ലൈല, ലൈല, ലൈല. സൈകതം, സൈകതം മണൽ തിട്ട, മണൽ തിട്ട, സൈകതം. വൈശാലി, വൈശാലി. ഒരു രാജാവിൻ്റെ മകളുടെ പേരാണ് വൈശാലി. ഷൈമ, ഷൈമ. ഒരു പെണ്ണിൻ്റെ പേരാണ് ഷൈമ. കേട്ടിട്ടുണ്ടോ? ചില താത്തമാരൊക്കെ കാണും ഷൈമ. അപ്പോൾ എഴുതണമെങ്കിൽ തെറ്റാതിരിക്കണമെങ്കിൽ ഐ വരണമെങ്കിൽ അക്ഷരത്തിന് മുന്നോടിയായിട്ട് 2 ചെറിയ പുള്ളി ഇടണം. അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ലൈല, സൈകതം, വൈശാലി, ഷൈമ. അപ്പോൾ ഐയുടെ ചിഹ്നം മനസ്സിലായല്ലോ. ഇത് നമുക്ക് ഓ. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഓ. ഓയുടെ ചിഹ്നം എങ്ങനെയാണെന്നറിയാമോ? ആദ്യം ഒരു ചെറിയ പുള്ളി ഇടുക, അക്ഷരം എഴുതുക, ഒരു ദീർഘം കൊടുക്കുക. ഓ. ഇങ്ങനെയാണ്. ചെറിയൊരു പുള്ളി അക്ഷരത്തിന് മുൻപ് കൊടുക്കുക, പിന്നെ അക്ഷരം എഴുതുക, പിന്നെ ഒരു ദീർഘം കൊടുക്കുക. ഇങ്ങനെ ഒന്ന് വായിക്കാൻ നോക്കാം. കോ, ഖോ, ഗോ, ഘോ, ങോ, ചോ, ഛോ, ജോ, ജോ, ഞോ, ടോ, ഠോ, ഡോ, ഢോ, നോ, തോ, ഇഥോ. ഇങ്ങനെ പോകും. അക്ഷരത്തിന് മുൻപേ ചെറിയ പുള്ളി, അക്ഷരം കഴിഞ്ഞ് ദീർഘം. കോ, ഖോ, ഗോ, ഘോ, ങോ, ചോ, ഛോ, ജോ, ജോ, ഞോ, ടോ, ഠോ, ഡോ, ഡോ, നോ, തോ, ഥോ. എന്തെങ്ങനെ ചെയ്യണ്ടേ? ആദ്യം ഒരു ചെറിയ പുള്ളി, അക്ഷരം കഴിഞ്ഞ് ദീർഘം ഇട്ടാൽ ഓ എന്ന് ചേർത്ത് പറയും. അതിൻ്റെ ഒക്കാവുന്ന നോക്കാം. എല്ലാവർക്കും അറിയാം. കൊടി, തൊടി, നൊടി, പൊടി, ചൊടി, ചൊടി. തൊലി, നമ്മുടെ സ്കിന്ന്, തൊലി. എല്ലാവരും പെൺകുട്ടികളൊക്കെ എഴുതാണ് പൊട്ട. ഹിന്ദു പെണ്ണുങ്ങളും ക്രിസ്ത്യൻ പെണ്ണുകളൊക്കെ എഴുതാം പൊട്ട. തിലകം, മുട്ട, മുട്ട, പൂവിൻ്റെ മുട്ട, ബഡ്, കൊല, കൊല, തൊലി, പൊട്ട്, മുട്ട, കൊല, കൊടി. അറിയാമല്ലോ. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു കൊടിയുണ്ട്. ദേശത്തിന് കൊടിയുണ്ട്, സംസ്ഥാനത്തിന് കൊടി, എല്ലാത്തിനും കൊടിയുണ്ട്. കൊടി, തൊടി, തൊടി അറിയാമല്ലോ. നൊടി, ഇങ്ങനെ നൊടി, ഇങ്ങനെ നൊടി, ഇങ്ങനെ നൊടിയുടെ പറഞ്ഞത് ഒരു സെക്കൻഡിലെ 4 നൊടി. പൊടി അറിയാലോ, ഡസ്റ്റ്. ചൊടി, സാമർഥ്യം. തൊലി, സ്കിന്ന്. പൊട്ട്, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ നിന്ന ഇവിടുത്തെ ഒരു പൊട്ട്, തിലകം. മുട്ട, പൂവിൻ്റെ മുട്ട അല്ലെങ്കിൽ ബഡ്. കൊല, കൊലപാതകം അല്ലെങ്കിൽ കൊല്ലുകൾ. ഇതിനെയാണ് കൊല എന്ന് പറയുന്നത്. ഇന്ന് നോക്കാം. കൊടി, തൊടി, നൊടി, പൊടി, ചൊടി, തൊലി, പൊട്ട്, പൊട്ട്,
കൊല പൊരി പൊരി നോക്കാം പൊരി പൊരി പൊരിഞ്ഞ വെയില പൊരി പൊരി വെച്ചാൽ എള്ള് നല്ല ചൂടുള്ള ചട്ടിയിട്ട് അത് പൊരിഞ്ഞു വരും. അതുപോലെ അരി പൊരിഞ്ഞു വരും. എല്ലാ സാധനങ്ങളും പൊരിഞ്ഞു വരും. കൊടി തൊടി നൊടി പൊടി ചൊടി തൊലി പൊട്ട് മൊട്ട് കൊല പൊരി. അതായത് അക്ഷരത്തിന് മുമ്പ് ചെറിയ പുള്ളിയും അക്ഷരം കഴിഞ്ഞ് ദീർഘവും എഴുതണം ഓയുടെ ചിഹ്നത്തിന്. ഇത് മനസ്സിലായല്ലോ? എന്നാൽ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എങ്കിൽ കമൻറ്റ് ബോക്സ് ഇടുക, നമുക്കത് പരിഹരിക്കാം. ഓക്കെ.